ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചിരിക്കുന്നു. അപ്പം കുറേ ആൾക്കാരൊക്കെ എന്താ പറയുക, ബിഗ് ബോസിൻ്റെ റിവ്യൂ ലൈവൊക്കെ പ്രതീക്ഷിച്ച് വന്നവരുണ്ട്. അത് കഴിയുമ്പോൾ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കൂടെ നിൽക്കുന്നവരെ നിൽക്കുക. ഓക്കെ, അപ്പം നമുക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വോട്ടിംഗ് വീക്ക് 11 പോവാം. മറ്റാറേല അൻസിബ ഔട്ടായ സമയത്ത് നോമിനേഷന് വന്നവരാണ് ജിൻഡോ, ജാസ്മിൻ, ഋഷി, ശ്രീതു, അഭിഷേക്, അർജുൻ, അപ്സര, അൻസിബ. അതിൽ അൻസിബ അങ്ങ് പോയായിരുന്നു, അറിയാലോ. അൻസിബ പോയതും കാര്യങ്ങളൊക്കെ. അപ്സര പോയായിരുന്നു, അറിയാലോ. അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ലാസ്റ്റ് അൻസിബ പോകുന്നത് അടുത്ത എപ്പിസോഡിലാണ്. അൻസിബ പോയി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അൻസിബെ മനഃപൂർവ്വം പുറത്താക്കിയതാണ്. അൻസിബയെക്കാളിൽ വോട്ട് കൂടുതലായിട്ടുള്ളവരുണ്ടായിരുന്നു, കുറവായിട്ടുള്ളവരുണ്ടായിരുന്നു. അവരവിടെ നിർത്തിയിട്ടാണ് അൻസിബയെ പുറത്താക്കിയത്. അത് മനഃപൂർവ്വം ചെയ്തതാണ്. ആ സമയത്ത് ജാസ്മിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് കുറേ പ്രമുഖരായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞായിരുന്നു, അറിയാലോ, ഈ ഇടയ്ക്ക് വിക്ടിം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയണ്ടേ, 2-3 യുവതിമാർ വന്നായിരുന്നല്ലോ. അതിലൊരാൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവർക്കറിയാൻ കിട്ടിയ ഒരു ഇൻഫോം എന്ന് വെച്ചാൽ അൻസിബ മനഃപൂർവ്വം പുറത്താക്കിയാണ്. അപ്പോൾ അവരുടെ ചില വാക്കുകൾ വെച്ച്, പിന്നെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു പ്രമുഖനായ ഒരു ചാനലിൽ ഞാനത് കാണുകയുണ്ടായി. അവരുടെ വീഡിയോ വെച്ച് സംസാരിച്ച് അതിൻ്റെ ഡയറക്ടർ, ബിഗ് ബോസ് ഷോയുടെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് എന്താ, അഫ്സലോ, എന്തോ സംശുദ്ധീനോ ഏതാണ്ടൊക്കെ പറയുന്നത് കേൾക്കാം. ആ ഷോ ഡയറക്ടറിൻ്റെ പ്ലാനിങ് ആയിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചാനലിൽ വന്നായിരുന്നു. അത്യാവശ്യം ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടുന്നതും പ്രമുഖരായ ആൾക്കാരൊക്കെയാണ്. ഇപ്പം ആ ചാനലിൽ ചെന്ന് നോക്കിയാൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടേക്കുക. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവർ ഇത്രയും വലിയൊരു ഷോ നടത്തുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഫസ്റ്റ് വീക്ക് രതീഷ് ആണല്ലോ അവിടെ കണ്ടന്റ് മൊത്തം കൊടുത്തത്. ഈ രതീഷിന് വോട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഈ കമൻറ്റ് ബോക്സിൽ എല്ലായിടത്തും രതീഷിൻ്റെ തെറിവിളിയായിരുന്നു. മൊത്തം ആരും വോട്ട് കൊടുക്കാൻ ചാൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ രതീഷ്. ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, അയാൾ കറക്റ്റായിട്ട് ഔട്ടായിപ്പോയി, പക്ഷെ അയാൾ ഒരുപാട് കണ്ടന്റ് കൊടുത്തു. അയാൾ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങളത് ചിന്തിച്ചോ? അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റോറി പറയും, അത് വിശ്വസിക്കാൻ നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, അത് ചങ്കുറ്റത്തോടെ വിളിച്ച് പറഞ്ഞതിന് നമുക്ക് കൈയടി കൊടുക്കാം. പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കുന്നു? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉത്തരം പറ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആരാണ് പറഞ്ഞത്, ഏത് പെണ്ണാണ് വന്നിട്ട് ഇന്ന സോഴ്സിൽ കൂടെ അറിഞ്ഞെന്നും പറഞ്ഞ് വന്നത് എന്നൊക്കെ ചിന്തിക്കും നിങ്ങൾ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഇവരുടെയൊക്കെ സ്റ്റാൻഡ്. ചുമ്മാതെ ഒരു ഷോയിൽ വന്നിട്ട് അവരെ പരമാവധി എല്ലാ വർഷവും കാണുന്ന ഈ ഷോ ഡയറക്ടറിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം എടുത്ത് പറയുന്നത്. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഞാനീ പറയുന്നതെന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് ഷോയ്ക്കെതിരെ പലവരും വിക്ടിമായിട്ടൊക്കെ വന്ന് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് പറഞ്ഞത്. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളായിട്ട് ആരെ ദ്രോഹിക്കാനോ, അല്ലെങ്കിൽ ദ്രോഹിക്കാനല്ല, നമ്മളാരെ കുത്താനോ ദ്രോഹിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പം ഇവർ ഈ വന്ന് പറയുന്നതൊക്കെ ശരിയാണോ? ഇവർ ചുമ്മാ മീഡിയ വന്നിട്ട് ആൾക്കാരെ പറയാം. ഇവരെന്തുകൊണ്ട് കോടതി ഇവിടെ ഒന്നും പോകുന്നില്ല? ഇങ്ങനൊരു സംഭവം നിങ്ങളൊന്ന് ചിന്തിക്കുക. പിന്നെ അർജുൻ്റെ ബോട്ട് ഔട്ടിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടത് അടുത്തത്. ഇൻസ്റ്റാഗ്രാമിലെ അർജുന് അങ്ങാണ്ട് ഒരുപാട് ഫേക്ക് വോട്ട് അങ്ങാണ്ട് കയറി എന്ന് പറയുന്നു. എവിടെ? ഏഷ്യാനെറ്റ് ഒരു പോൾ ഇട്ട് അതിനകത്ത് മൊത്തം കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് കള്ള വോട്ട്. ഓക്കെ, അത് ബോട്ട് വോട്ടാണോടാ? അത് ബോട്ട് ലൈക്കല്ലേ? ബോട്ട് ലൈക്കും ബോട്ട് വോട്ടും തമ്മിൽ ഒരുപാട്. ബോട്ട് വോട്ട് എവിടെ ചെയ്യും? ഈ ഇൻസ്റ്റാഗ്രാമിൽ വോട്ട് ഇട്ട് എന്നാ ഇത് കിട്ടാൻ? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? വീട് എടാ, എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ കാണിക്കണം കള്ളത്തരം. എങ്ങനെ ബോട്ട് വോട്ട് ഹോട്ട്സ്റ്റാറിൽ കയറ്റും?
അത്രയും വലിയ ഇൻ്റർനാഷണൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ പിള്ളേർ അല്ല നമ്മൾ എന്താ അപ്പുറത്തെ തൊഴുത്തിലെ ഗോപാലൻ വല്യച്ഛൻ്റെ കൊച്ചുമോനാണോ ഉണ്ടാക്കിയത്? ചുമ്മാ ലോജിക് ഇതെല്ലാം ഇട്ടിട്ട് നിങ്ങൾ ഈ ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയൊക്കെ ചെയ്യും. ഷോ കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ആദ്യം ആരെ നെഗറ്റീവ് അടിച്ചോ അവരെ പോസിറ്റീവായിട്ട് സംസാരിച്ച് നൈസായിട്ട് ഉള്ള വീഡിയോയും ഡിലീറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് പോകും. നിങ്ങൾ ഒരിക്കലും മണ്ടരാവരുത്. ആരാണ് എന്താണെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പോയി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. ഇടയ്ക്കൊരു പെണ്ണ് കയറി വരുന്നു, പെണ്ണിൻ്റെ ഒരു വിവരവും ഇല്ല. അടുത്ത സീസണിൽ ഇത് തന്നെ കണ്ടാലോ? ഷോ ഡയറക്ടറാണ്, അവനെതിരെ ഇത് കൊടുക്കണം. നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാം പറയാം. ഇവിടെ ബിസിനസ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ നടത്തിക്കുന്നത് നിങ്ങളെ കൊണ്ടാണ്. നിങ്ങളെ വട്ടം കറക്കുന്ന പോലെ റിയൽ ലൈഫ് രാഷ്ട്രീയം ഇതുപോലെയുള്ള ഷോയിൽ കൂടെ ഇതുപോലെയുള്ള കുറേ യൂട്യൂബേഴ്സ്, എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല, 1-2 പേരും മാത്രം. ഒന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കുക. നിങ്ങളുടെ തലയിൽ ഇതൊന്ന് വർക്ക് ചെയ്യിക്കുക, കുറച്ച് എണ്ണയൊക്കെ ഒഴുക്കി. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കും നാളേക്ക് ഷോയും കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇവിടെ വന്ന് ഷോ ഓഫ് ഇറക്കുന്നതെന്ന് വിചാരിക്കും. പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തത്. ഓക്കെ, മനസ്സിലായവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരും. ലവ് യു ഓൾ.